ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു പ്രണവ് സിനി ടോക്സ്. ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഒരു സിനിമയുടെ റിവ്യൂ പറയാൻ വേണ്ടി പോകുന്നു. ഒരു മലയാളം സിനിമയുടെ റിവ്യൂ, അതായത് ഒരു ട്രഷർ ഹണ്ട് മിസ്റ്ററി ത്രില്ലർ സിനിമയിൽ അല്ലെങ്കിൽ ഒരു കാറ്റഗറി ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു സിനിമയുടെ റിവ്യൂ പറയാൻ വേണ്ടി പോകുന്ന സൈമൺ ഡാനിയൽ. ഈ ഒരു സിനിമ സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ബ്രില്യൻ്റ് മേക്ക് ഓവർ എന്നൊരു പടമാണെന്ന് വേണമെങ്കിൽ പറയേണ്ടത്. ഇതിനകത്ത് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ പറയുന്നത് വിനീത് കുമാറും ദിവ്യ പിള്ളയാണ്. ഇവരാണ് ഈ കഥാപാത്രങ്ങളൊക്കെ ലീഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഹോളിവുഡ് ലെവലിലുള്ള ഒരു മേക്കിംഗ് ആയിപ്പോയി കാര്യം. സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് പെർഫെക്റ്റായിട്ടാണ് ഈ സംവിധായകൻ ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. സാജൻ ആൻ്റണിയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. രാകേഷ് കുര്യക്കസിനാണ് തിരക്കഥ. സത്യം പറഞ്ഞാൽ വിനീത് കുമാർ നമുക്ക് അറിയാം, കാരണം പഴയ ഒരുപാട് സിനിമയിലൊക്കെ തൻ്റെ സാന്നിധ്യങ്ങളൊക്കെ അറിയിച്ചു നടന്നാണ് വിനീത് കുമാർ. ഈ സിനിമയിൽ അദ്ദേഹത്തിന് നന്നായിട്ട് ന്യൂസിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു ഹോളിവുഡ് ലെവലിൽ പോണ ഒരു മേക്കിംഗ് കാരണമായിട്ടാണ് പടം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പെർഫോമൻസിൽ രണ്ട് പേരും മികച്ച നിൽപ്പുണ്ട്. ദിവ്യ പിള്ളയും വിനീത് കുമാറും. ഇവരുടെ ഒരു കോമ്പിനേഷൻ സെൻസും കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു. പിന്നെ ഇത് ഈ സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വിജീഷ് എന്ന് പറഞ്ഞ ഒരു നായകൻ. സത്യമാണ് അദ്ദേഹത്തിന് നല്ല ഒരു റോളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പറയാം. അദ്ദേഹത്തിൻ്റെ ഒരു ഭയങ്കര ഒരു കണ്ടിന്യൂഷൻ സീനില്ലെങ്കിൽ പോലും കൊടുത്തിരുന്ന സീനിലൊക്കെ പുള്ളിക്ക് നല്ല ചെയ്തിട്ടുണ്ടെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. അത്രയ്ക്ക് പെർഫെക്റ്റ് ആക്ടിങ്ങാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ പ്രധാനമായിട്ട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ക്യാമറ വർക്കും കാര്യങ്ങളൊക്കെയാണ് ബ്രില്യൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ബ്രില്യൻ്റാണ് ചെയ്തിരിക്കുന്നത്. സംവിധായകന് വേണം ഇതിനകത്തൊരു ഏറ്റവും വലിയ ഹാറ്റ്സ് ഓഫ് കൊടുക്കേണ്ടത്. നമുക്ക് ഈ സിനിമയുടെ ഒരു ക്ലൈമാക്സ് പോർഷനൊക്കെ എത്താൻ നേരത്ത് സത്യം പറഞ്ഞാൽ ഒരു ഹോളിവുഡ് സിനിമ കാണുന്ന ഒരു ഫീലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. വിനീത് കുമാർ എന്ന് പറഞ്ഞ ഒരു നായകൻ ഒരു അൺറേറ്റഡ് നായകനാണ്. കാരണം പുള്ളി സഹതാരമായിട്ടും അല്ലെങ്കിൽ സഹനടനായിട്ടൊക്കെയാണ് ഒരുപാട് സിനിമ ചെയ്തിരിക്കുന്നത്. നായകനായിട്ട് വന്ന സിനിമകളൊക്കെ ചുരുക്കങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനുപരി ഇദ്ദേഹത്തിൻ്റെ കരിയർ നോക്കിയാൽ തന്നെ ചുരുക്കം കഥാപാത്രങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി പറ്റത്തുള്ളൂ. അത്ര വലിയ ഒരു റോളോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. എത്രയോ ഒരു 20 വർഷത്തിൽ കൂടുതലൊക്കെ സിനിമയിൽ സജീവ സാന്നിധ്യം വന്നിരുന്ന ഈ വിനീത് കുമാർ എന്നൊരു വ്യക്തി ഇപ്പോൾ സംവിധായകനാണ്, അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ സിനിമ ഫുൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ അദ്ദേഹത്തിന് അത്രയ്ക്ക് വലിയൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയ റോളൊന്നും ഇവിടെ ഒന്നും തന്നെ വന്നിട്ടെന്നുണ്ടെങ്കിൽ പറയേണ്ടത്. പക്ഷേ സൈമൺ ഡാനിയൽ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമയിൽ അദ്ദേഹത്തിന് 100% കൊടുത്താണ് പെർഫോമൻസ് ചെയ്തിരിക്കുന്നത്. അത്ര നല്ല ഒരു ഗംഭീരമായ ഒരു റോളും കാര്യങ്ങളായിപ്പോൾ ഈ സിനിമയെ കൊടുത്തിരിക്കുന്നത്. പെർഫോമൻസ് നല്ല മികച്ച നിൽപ്പുണ്ട്. ടൈറ്റിൽ കഥാപാത്രമായിട്ടാണ് വരുന്നത്. സൈമൺ ഡാനിയൽ എന്ന് പറഞ്ഞ കഥാപാത്രമായിട്ടാണ് വരുന്നത്. പിന്നെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു. പിന്നെ പ്രധാനമായിട്ടും ക്യാമറ വർക്ക്, എഫക്റ്റ്, കോസ്റ്റ്യൂം ഡിസൈൻ, മേക്ക് ഓവറും കാര്യങ്ങളൊക്കെ സിനിമയിൽ സൂപ്പറായിരുന്നു. നല്ല ഒരു സ്റ്റോറിയുണ്ട്. പിന്നെ നമ്മുടെ മാളികപ്പുറം സിനിമയിൽ വന്ന ദേവനന്ദൻ എന്ന് പറഞ്ഞ ഒരു കുട്ടി അത്യാവശ്യം നല്ല റോള് ഇന്നത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. ഈ സിനിമ 2022 റിലീസ് ചെയ്തിരിക്കുന്നത്. അന്ന് ഇറങ്ങിയൊരു സിനിമയാണ്. അന്ന് ഞാൻ ഈ സിനിമ ഇപ്പോഴാണ് കാണുന്നത്. അത് കണ്ടിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായങ്ങളൊക്കെ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ സത്യം പറഞ്ഞാൽ നമുക്ക് നല്ല ഒരു ട്രഷർ ഹണ്ട് മിസ്റ്ററി ത്രില്ലറാണ് പോകുന്നത്. സത്യം ഇതിൻ്റെ ഒരു സ്റ്റോറി ലൈനൊക്കെ നോക്കി സത്യം പറഞ്ഞാൽ നല്ല ഒരു അത്യാവശ്യം പെർഫെക്റ്റായിട്ട് വന്നിരിക്കുന്ന ഒരു തിരക്കഥയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പോയിൻ്റ് എന്ന് പറയുന്നത്. തിരക്കഥ നല്ല പെർഫെക്റ്റാണ്. കാരണം ഒരു മാൻ മിസ്സിങ് കേസ്, ഒരു ട്രഷർ ഹണ്ട് മിക്സിങ് ആയിട്ടൊരു ഹോറർ അല്ലെങ്കിൽ ഒരു ഗോസ്റ്റ് കണക്കത്തെ ഒരു ചെറിയൊരു മൈനൂട്ടൊരു ഗോസ്റ്റ് എഫക്റ്റും കാരണം കിട്ടാണ് സംവിധായകൻ അവതരിപ്പിച്ചിരിക്കുന്നത്. 3 രീതിക്കുള്ള ഒരു കഥാ എലമെൻ്റാണ് വന്നിരിക്കുന്നത്. ഒരു മാൻ മിസ്സിങ്, ഒരു ട്രഷർ ഹണ്ട്, ഒരു ഗോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കൊണ്ട് സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് പെർഫെക്റ്റായിട്ടാണ് ഈ ഒരു സിനിമയുടെ ഒരു മേക്ക് ഓവറും കാര്യങ്ങളൊക്കെ സംവിധായകൻ ഇങ്ങനെ കൊണ്ടുപോയിരിക്കുന്നത്. അത്രയും കൊണ്ട് പെർഫെക്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടിരിക്കാം. കാരണം ഒരു മലയാള സിനിമയിൽ ഹോളിവുഡിനെ വെല്ല് നടക്കാത്ത പല സിനിമകളും വന്നിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു കാറ്റഗറി കൂട്ടിവയ്ക്കാൻ വേണ്ടി പറ്റിയ സിനിമ തന്നെയാണ് ഈ സൈമൺ ഡാനിയൽ എന്ന ഈ സിനിമ. അത്രയ്ക്കൊണ്ട് ഈ ഒരു ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട അത്രയ്ക്ക് പെർഫെക്റ്റോടുകൂടി അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിലെ ദിവ്യ പിള്ളയുടെ പെർഫോമൻസ്, ക്യാരക്ടർ നമുക്ക് പ്രെഡിക്റ്റബിൾ ആണെങ്കിൽ പോലും നമുക്ക് ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു പെർഫോമൻസും കാര്യങ്ങളും നമുക്ക് അത്യാവശ്യം ബ്രില്യൻ്റാണ്. ക്ലൈമാക്സ് പോർഷനിൽ ഞാൻ എന്താണോ കരുതിയത് അതേ കണക്ക് തന്നെ വന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. കാരണം ദിവ്യ പിള്ള തൻ്റെ ഒരു പെർഫോമൻസ് ബേസിലും ഈ സിനിമയിൽ നന്നായി വെച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. വിനീത് കുമാറിനൊപ്പം നിൽക്കുന്ന ഒരു ബ്രില്യൻ്റ് കാസ്റ്റിംഗാണ് ദിവ്യ പിള്ള ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് നന്നായിരുന്നു. ഈ സിനിമ നമുക്ക് മസ്റ്റായിട്ട് കണ്ടിരിക്കാൻ വേണ്ടി പറ്റിയ ഒരു പടമാണ്. കാരണം മലയാളത്തിൽ വന്നിരിക്കുന്ന ഒരു ഹോളിവുഡ് റേഞ്ചിലുള്ള പടമെന്ന് വേണമെങ്കിൽ കരുതാം. അത്രയ്ക്കൊണ്ട് ഈ ഒരു പെർഫെക്റ്റ് തിരക്കഥയും സംവിധാനവും ഒരേപോലെയാണ് നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് പെർഫോമൻസും അതേപോലെ വന്നപ്പോഴാണ് ഈ സിനിമ മികച്ചതായിട്ട് മാറിയിരിക്കുന്നത്. അതിന് ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത് വിനീത് കുമാറിനാണ്. സത്യം പറഞ്ഞാൽ പുള്ളിക്കാരൻ അത്രയ്ക്ക്
പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റും. അത്ര ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു തിരക്കഥയും അതിനകത്തുള്ള ഒരു പെർഫോമൻസൊക്കെ നമുക്കിവിടെ കാണിക്കാൻ വേണ്ടി പറ്റുന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഇതായിട്ടുള്ളത്. സൈമൺ ഡാനിനെ പറ്റി വേറൊന്നും പറയാൻ വേണ്ടിയില്ല, ഇത്രയ്ക്കാണ്. കാരണം അത്രയ്ക്ക് നല്ലൊരു മേക്ക് ഓവർ എന്നൊരു പടമായിപ്പോൾ എനിക്ക് തോന്നിപ്പോയി. ഇത്രയേ ഉള്ളൂ സൈമൺ ഡാനിനെ പറ്റി പറഞ്ഞിട്ട്. നിങ്ങൾ മസ്റ്റായിട്ട് കണ്ടിരിക്കാം. കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ടെലിഗ്രാമിലൊക്കെ ലിങ്ക് അവൈലബിൾ ആണ്, കാണുക. എല്ലാ ലാംഗ്വേജിലുള്ള ലിങ്കും ഇതിനകത്ത് അവൈലബിൾ ആണ്. അതെടുത്ത് ഡൗൺലോഡ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇത്രേ പറ്റൂ. വിനീത് കുമാർ എന്ന് പറഞ്ഞ ഈ ഒരു നടനെ ഇത്രയ്ക്കൊരു പെർഫെക്റ്റായിട്ട് ഉപയോഗിച്ച സംവിധായകനാണ് ആദ്യം ഒരു കൊടുക്കേണ്ടത്. സാജൻ എന്ന് പറഞ്ഞ ഒരു സംവിധായകനാണ് ആദ്യത്തെ ഒരു ഹാറ്റ്സ് ഓഫ് കൊടുക്കേണ്ടത്. കാരണം അദ്ദേഹത്തെ ഇത്രയും നാളായിട്ട് ഇങ്ങനെ ഒരു റോളിൽ ഉപയോഗിക്കാതെ ഈ രീതിക്ക് കൊണ്ടുവന്ന് ഇവിടെ ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് റോൾ കൊടുത്ത ഒരു കാര്യത്തിന് സാജൻ എന്ന് പറഞ്ഞ സംവിധായകന് ഏറ്റവും കൂടുതൽ നമ്മളൊരു കയറി ഇവിടെ കൊടുത്തേ പറ്റൂ. അദ്ദേഹത്തിന് കൊടുത്ത റോളിൽ അദ്ദേഹം 100% പെർഫെക്റ്റും കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് സൈമൺ ഡാനിയൽ എന്ന് പറഞ്ഞ സിനിമയെ പറ്റി പറയാനുള്ളത്. നല്ല ഒരു ട്രഷർ ഹണ്ട് ഫാൻറ്റസി മിസ്റ്ററി ത്രില്ലർ സിനിമയായിപ്പോയി. അപ്പോൾ നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടും കണ്ടിരിക്കാൻ നല്ലൊരു സിനിമയായിരിക്കും. അപ്പോൾ ഇത്രേ പറയാൻ വേണ്ടി പറ്റും. അപ്പം മറ്റ് സിനിമയുടെ ഇഷ്ടമുള്ളവർക്ക് ദിസ് പ്രണോ സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.